അൽസലാം. മോഹൻലാലിൻ്റെ എമ്പുരാൻ വരാൻ പോവുകയാണ്. മാർച്ച് 27 എന്നുള്ള ആ ദിവസം കലണ്ടറിൽ ചുവപ്പിച്ചോളൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് ലിയോയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ ഡേഞ്ചറിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, റെഡ് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേടിയ ലിയോ, അല്ലെങ്കിൽ ലിയോയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിനത്തെ കളക്ഷൻ നേടിയ ഒരു ചിത്രം. ഒരു അന്യഭാഷയിൽ നിന്ന് വന്ന ചിത്രത്തിന് വേണ്ടി വന്നു മലയാളത്തിലെ റെക്കോർഡുകൾ ഇങ്ങനെ കൊടി പിടിച്ച് നിൽക്കാൻ. അത് തോൽപ്പിക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളൊരു സത്യമായ കാര്യവും ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇവിടെ എമ്പുരാൻ്റെ റിലീസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. 200-ന് മുകളിലുള്ള ഫാൻ ഷോസ് ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്യപ്പെടുകയും 150 ഓൾമോസ്റ്റ് ഫുള്ള് തീർന്നു കഴിഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. ഇനിയും അങ്ങനെ ഫാൻ ഷോസ് കൂടും. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു ഗംഭീര സംഭവം തന്നെയാണ്. വേറെ ഒന്നുമല്ല, സിനിമ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 700 സ്ക്രീനുകളിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. 650 ആയിരുന്നുവെങ്കിൽ അത് 700 ആണ്. ഏകദേശം 777 സ്ക്രീനുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ഒരു പക്ഷേ നമ്മൾ കാണുന്ന അത്ഭുതവും അതുതന്നെയായിരിക്കാം. 777 സ്ക്രീനുകളിലും മോഹൻലാലിൻ്റെ എമ്പുരാൻ പ്രദർശിപ്പിക്കുന്ന ആ ഒരു നിമിഷം എന്താണെങ്കിലും 700 എന്നുള്ള ആ ഒരു മാജിക് ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇനി ഒന്നും നോക്കാനൊന്നുമില്ല. ലിയോ ഇട്ട ആ ഒരു റെക്കോർഡ് തകർക്കണമെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതെ, അതുതന്നെയാണ് എമ്പുരാനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എമ്പുരാൻ ആദ്യ ദിനം മിനിമം 15 കോടിക്കും 20 കോടിക്കും ഇടയിലായിരിക്കും കേരള കളക്ഷൻ. ഒരുപക്ഷെ 25 കോടി ഹെവി പോസിറ്റീവ് അടിച്ചാൽ 25 കോടി എന്നുള്ള ആ ഒരു മാജിക് ഫിഗറിലേക്കും എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും സിനിമ തീയായിട്ട് തന്നെ പടരുകയാണ്. മോഹൻലാൽ അങ്ങനെ തമിഴ്നാട്ടിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ അവിടെയുള്ള കരഘോഷങ്ങൾ കേൾക്കുമ്പോൾ, അവിടെയുള്ള ആർപ്പുവിളികൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് സന്തോഷം നൽകുന്നു. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെയുള്ള നടന്മാർ കൊച്ചിയിൽ വരുമ്പോഴോ, കോഴിക്കോട് വരുമ്പോഴോ, തൃശ്ശൂർ വരുമ്പോഴോ, കാസർഗോഡൊക്കെ വരുമ്പോഴോ അവിടെയുള്ള കയ്യടി പോലെ തന്നെ ഇവിടുന്ന് ഒരു മലയാളി നടൻ അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നത് കാണാൻ അത് മലയാളിയുടെ അഹങ്കാരമായി ഞാനും നിങ്ങളും കാണണം, കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും എമ്പുരാൻ്റെ റിലീസിങ് 700-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. ഇനി അത് 770-ന് മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് എത്തണമെങ്കിൽ സ്ക്രീനുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാൻ ഷോസ് 1000-വും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഇതിനോടകം തന്നെ പ്രീസെയിൽ 1 കോടിക്ക് അടുത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ നിമിഷം 1 കോടി കടന്നിട്ടും ഉണ്ടാകാം. എന്താണെങ്കിലും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പ്രീസെയിലൂടെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു 5 കോടിയായിരിക്കും സിനിമ കേരള കളക്ഷൻ മാത്രമായി വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ലാൽ സലാം.